ഇന്നത്തെ സ്പെഷ്യല് ചക്കപ്പുഴുക്കാണ്. അപ്പം ഞാൻ എല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ചക്കേൻ്റെ കുരു അടിയിലിട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി എല്ലാ പീസും മേലേക്ക് ഇടുക. കുരുവിന് കുറച്ച് വേവുണ്ടാവും, അതുകൊണ്ടാണ് അടിയിലിട്ടത്. ഇതെല്ലാം ഇട്ട് ഞാൻ ഇത് വേവിക്കാൻ വെക്കുന്നു. ഒരു പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി. ഞാൻ പച്ചമുളക് ചേർക്കേണ്ടതുകൊണ്ടാണ് മുളക് പൊടി കുറക്കുന്നത് കേട്ടോ. കുറച്ച് ഉപ്പ് നോക്കിയിട്ട് പിന്നെയും ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക, അരക്കപ്പ് മതിയാവും. ഒക്കെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്ത് ഞാൻ ചേർക്കാൻ വെച്ചത് ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളി ഇട്ടിട്ട് ഞാൻ ചതക്കി വെച്ചതാണ്. അതും കൂടി ഇതിൻ്റെ അകത്ത് ചേർക്കുക ചെയ്യുന്നത്. കാന്താരി ഇട്ടത് കൊണ്ട് മുളക് ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഓരോരുത്തരും ഇഷ്ടം പോലെ യൂസ് ചെയ്യാം. നമുക്കിനെ ചുവന്ന മുളക് അത്ര വേണ്ടാന്ന് വെച്ചാൽ കാന്താരി നമ്മൾ ചേർത്ത് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചെറിയ തീയിൽ ഒന്ന് റെഡിയാക്കി വെക്കണം. ചൂടാകുന്നുണ്ട്. കടുക് ഇടണം, കുറച്ച് കായ്മുളക്, കരിവേപ്പില, ഇത്രയായിട്ടൊന്ന് വറവ് വയ്ക്കും. വറവ് വയ്ക്കുകയാണ്. നമ്മുടെ ചക്കയിലേക്ക് മുളകുമെല്ലാം ആയിക്കഴിഞ്ഞ് നല്ലോണം വെളിച്ചെണ്ണയിലൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എരിവ് ജാസ്തി വേണമെങ്കിലും കുരുമുളക് പൊടി ഇട്ടാലും നല്ലതാണ്. ചുവന്ന മുളകിനേക്കാട്ടും നല്ലത് കുരുമുളക് തന്നെയാണ്. പിന്നെ ഞാൻ അധികം കാന്താരിയാണ് ഇതിൽ യൂസ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് നല്ല എരിവുണ്ട്. കാന്താരിയും കുരുമുളകും എല്ലാം കൂടി. ചുവന്ന മുളക് ഞാൻ വളരെ കുറച്ച് ഒരു പേരിന് ഇട്ടിട്ടു. നമ്മുടെ ചക്കയും പൊരിച്ചതും മുളകിട്ടതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കൂടെ കഴിക്കാൻ എല്ലാം എടുത്ത് കൊണ്ടുപോയി വെച്ചതാണ്. എല്ലാവരും ഭക്ഷണത്തിന് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ ചക്ക ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ചോറിൻ്റെ കൂടെ നല്ല രസമുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ചക്കയും കഞ്ഞിയെല്ലാം കുടിക്കാൻ ഈ ഉഷ്ണകാലത്ത് നല്ല സുഖമുണ്ടാവും. അപ്പം ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ചിലപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷെ എന്താ എല്ലാവരും കൂടി ഞാൻ എൻ്റെ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അപാകതകൾ ഉണ്ടെങ്കിൽ അതെന്നെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. അപ്പം ചക്കപ്പുഴുക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും തരിക. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക. വീണ്ടും നല്ല ഒരു റെസിപ്പിയായി പിന്നീട് കാണാം.